തേനീപ്പലം പഞ്ചായത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ചായക്കടകൾ അവിടെ ഇവിടെയൊക്കെ ഇല്ലേ. പക്ഷെ നല്ല ചായ കുടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാൾ നേരെ സുന്ദരായിട്ടുള്ള ചായക്കടയിൽ വന്നെത്തട്ടെ. അത്രയ്ക്ക് പറയുള്ളൂ. അങ്ങോട്ടേക്കാ കടികൾ പരിചയപ്പെട്ട് പഴംപൊരി ചെറുതുണ്ട് വലുതുണ്ട്. കായപ്പം അതേപോലെ തന്നെയാണ്. കേക്ക്, ഇലവട, കോഴിമുട, ലേറ്റ് സ്ട്രോങ്. എങ്ങനെയാ പറഞ്ഞ ചായ ഒരു നൂൽക്കണ്ണ് മാറൂല. എല്ലാവർക്കൊക്കെ ഭ്രാന്തം കുറെ ചായ വയ്ക്കുമ്പോൾ ഒരുപാട് ഇവിടെ വരുന്നത് ഇതേനാ ലേറ്റ് വെച്ച ലേറ്റ് തന്നെ, സ്ട്രോങ് വെച്ച സ്ട്രോങ് ഉണ്ടോ. ഞാൻ മേടി വെച്ച് ഈ മേടിയും ലേറ്റ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. കടിയാ കടി എനിക്കൊരു പഴംപൊരി അതൊക്കെ മൂപ്പര് ഒരു ഇതിൽ പൊയിഞ്ഞ സലീമാക്കേ ഇത് കഴിഞ്ഞിട്ട് നേരങ്ങളെ കടയേക്കാം. ഒരു കടയുമ്പാട് നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ വരണം. ചായ കൂടി കഴിഞ്ഞിട്ട് ഒരു കടയുമ്പാട് ഇതിന്റെ കൂടെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഇപ്പുറത്താണ്. ആരും ചായ അടിച്ചിട്ട് പോകണ്ടേക്കാ. അത് പരിചയപ്പെടുത്തില്ലേ? കൊയ്യാത്ത പഴംപൊരിയാ, കൊയ്യാത്ത. ചായ കുടിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം അടുത്തത് പരിചയപ്പെടുത്താൻ വേണ്ടി പോണ കട സലീംഖാന്റെ ഫ്രൂട്ട് കടയാണ്. ഇങ്ങോട്ട് വാ. ഇവിടുന്ന് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അതായത് ജനങ്ങളുടെ നന്മ പ്രതീക്ഷിച്ചിട്ട് അവർക്ക് നല്ല ഫ്രൂട്ട്സും നല്ല പച്ചക്കറിയും നൽകുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ സലീംഖാക്കുള്ളൂ. എല്ലാ സാധനങ്ങളും ക്യാരറ്റ്, ഉണ്ടമുളക്, നല്ലതാ ഇളം വെണ്ടക്ക. ഈ ഇളം വെണ്ടക്ക ചേളാരി ചന്തയെ പോയ പോലെ കിട്ടുന്നു. ഇതെല്ലാം അതുവരെ ഈ കട സെറ്റാണ്. അപ്പം പല കാര്യം തന്നെ കൊണ്ടോട്ടിന്ന് ഒരാൾ ഇപ്പൊ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വരികയാണെങ്കിൽ മൂപ്പർക്ക് നഷ്ടമില്ല. ആ വരവിൽ പച്ചക്കറി വാങ്ങാം, ഫ്രൂട്ട്സും വാങ്ങാം. എത്രമാര് വായക്കലൊക്കെ പച്ച, മഞ്ഞ, ചുവപ്പ്. ചുവപ്പ് എത്ര നഷ്ടം വരുള്ളൂ. ഓരോ സാധനങ്ങൾ എടുത്തിട്ട് കാണിക്കും. സലീംഖാന്റെ വർക്കേഴ്സ് കേട്ടോ. പക്ഷെ ഓളൊക്കെ നല്ല ആറ്റിറ്റ്യൂഡ്. കസ്റ്റമേഴ്സിന് ബിസിനസ്സിൽ തെണ്ടി എന്ന് പറഞ്ഞാണ്ട് ആൾക്കാരെ വായിപ്പിക്കല്ലോ ചെയ്യുക. വരുന്ന കസ്റ്റമറിനോട് നല്ല നിലക്ക് സംസാരിച്ച് അവർക്ക് വില കുറച്ചുകൊണ്ട് സാധനം കൊടുക്കാനാണ് സലീംക്ക് ഉദ്ദേശിക്കുന്നത്. പുറത്തൊന്ന് മൊത്തം കാണിച്ചാൽ ഉള്ളിൽ പോവാ. പ്ലംസ്, റുമ്മാന്, കർമൂസ. കർമൂസ ഇപ്പോൾ ഇവിടെ കിട്ടുക. ഏതോ സാധനം ഇളം കർമൂസാണ്. പൊത്ത് വേണേ പൊത്തുണ്ട്. മാങ്ങ നോക്കിയാ 10 മണിയാകുമ്പോത്തിന് മാങ്ങ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അത് വേറെ മാങ്ങാണ്. ഇത് പച്ചക്കറി, അത് പച്ചക്കറി, ഇത് പച്ചക്കറി. ഐസ്ക്രീമിന്റെ സാധനം ഇവിടെ ഉണ്ട്. ഓരോ ആൾക്കാരെ വന്ന് സാധനം ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ നാട്ടിലെ ഒരു പുതിയ ബ്ലോഗറാണ്. മൂപ്പർക്ക് സ്റ്റാർട്ടിങ് ചേർക്കുകയാണ്. എന്താ ഈ കടനെ പറ്റി എന്താ പറയാനുണ്ടോ? ഈ കടയ്ക്ക് പാലിറക്കണത് ആരാണ്? നിങ്ങളല്ലേ? അതിനെ പറ്റി പറയാണ്ട് പറഞ്ഞാളി. മിൽമ. അതായത് ജനങ്ങൾക്ക് ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സും പച്ചക്കറി നൽകുന്നവർ വീട്ടിൽ തന്നെ ഇവിടെ പാലും കൊണ്ടാ പറ്റും. എല്ലാ സാധനവും എത്താം. പിന്നെ എത്ര മണി എല്ലാ സാധനങ്ങളും രാത്രി മിൽമന്റെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. പാല്, തൈര്, മോര്, സംഭാരം, ബട്ടർ, ചീസ്, പനീര് എല്ലാ സാധനങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. 7 മണിക്ക് തുറന്നാല് രാത്രി 12 മണി വരെ നമ്മളെ ഫ്രൂട്ട്സ് അല്ലേ സലീംക്ക? കാരണം ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് കട തേനീപ്പലം പഞ്ചായത്തിൽ വേറെ ഉണ്ടോന്നുള്ളത് ഭയങ്കര സംശയം തന്നെയാണ്. ഇത് പിന്നെ ഈ കടയിൽ വേറെ കാര്യം ഇവിടെ വരേണ്ടത്. ഇതാണ് നമ്മുടെ ഓണർ സലീംക്ക. മത്സരമല്ല, ആരും തോൽപ്പിക്കാനല്ല, നല്ല സാധനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം മുമ്പിൽക്കുള്ളൂ. ഓക്കെ, നമുക്കൊരു കടിമട പരിചയപ്പെടുത്താണ്ടി മീൻ മാർക്കറ്റ്. ഓക്കെ, എടുക്കുമല്ലേ? നമ്മള് വന്ന നല്ല സമയത്താണ്. ഫ്രൂട്ട്സ് ലൈവിൽ അറക്കാൻ പറ്റി, നമുക്ക് കാണാൻ പറ്റി. ഇത് ലാവല്ലേ? മാങ്ങന്റെ പേരെന്താണ്? സവർജല്. സവർജല് മറക്കാൻ പറ്റില്ല. സവർജല് ചൂടുള്ള സവർജല്. ചൂട് അറക്ക സമയത്ത് ചൂടുണ്ടാവും. തിന്നു കഴിഞ്ഞാൽ ഉള്ളിക്ക് തണുപ്പില്ല. പിന്നെ പലവിധ മുന്തിരികള് എല്ലാം ഇവിടെ ഔട്ട് കേട്ടെ. നിങ്ങൾ ഡെയിലി ഇറക്കുമ്പോൾ എങ്ങനെ? ഡെയിലി വണ്ടി രാവിലെ ഒരു എത്ര ആള് ഉണ്ടല്ലേ കടയില്? ഇത് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ഈ ഇറക്കിയ സാധനം മൊത്തം കംപ്ലീറ്റ് ആവുന്നതാണ് പറയുന്നത്. നാളെ നേരം കൊടുത്താൽ ഈ വണ്ടി ഇവിടെ തന്നെ വീണ്ടും വരും. അപ്പൊ ഈ ഏരിയക്ക് കൊന്നു കഴിഞ്ഞാൽ ലാഭം തരും. സുന്ദരേട്ടന്റെ ചായയും സലീംഖാന്റെ ഫ്രൂട്ട്സും പിന്നെ നമ്മളെ മീൻ മാർക്കറ്റും. മല്ലിക ഇതൊക്കെ കേരള സാധനമാണോ അത് ഇമ്പോർട്ടഡ് ആണോ? എക്സ്പോർട്ടില്ലേ? മാംഗ്ലൂർ പേരക്ക എന്താണ്? ഇതൊരു രാത്രി 9 മണിക്ക് ശേഷം ചോറുന്നതിനല്ലേ 2 വെച്ചാണെങ്കിൽ
നല്ല വയറ്റുന്ന ഇളകി പോയിക്കോളൂ, എല്ലാ നീരും പോകും. അത് ഞാൻ പറഞ്ഞതല്ല, ചെങ്കട്ടിക്ക് വൈദ്യുതി കൊണ്ടോട്ടി വൈകിട്ടില്ല. സുന്ദരേട്ടാ, നിങ്ങളൊരു പഴയ ആളെന്ന നിലയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു. രസല്ലേ മനസ്സിന്റെ കാര്യ, അല്ലാതെ എപ്പോഴാ പോവാന്ന് അറിയത്തില്ല. സുന്ദരേട്ടനില്ല പിന്നെ കുറെ ആൾക്കാർക്ക് അറിയാലോ. എനിക്ക് ഉള്ളിവട ഉണ്ടാക്കാന്, പൊറോട്ട ഉണ്ടാക്കാൻ ഒക്കെ പഠിക്കുന്ന ആളെ സുഖല്ലേ? ശാരീരികമായിട്ട് സുഖം കുഴപ്പമൊന്നുമില്ലല്ലോ. മൂപ്പര് ഫുൾ ഹാപ്പിയാ. വയസ്സ് 60 ചെറുപ്പക്കാരനോ മീൻ മാർക്കറ്റ് പോവാ പോകല്ലേ. സുന്ദരേട്ടന്റെ ചായ കുടിച്ചു, ലേറ്റ് ആയാണ്. പോരാത്തിന് സലീം ഖാന്റെ ഫ്രൂട്ട്സ് കടയിൽ പോയി. നമ്മൾ അടുത്ത് കാണിക്കാൻ പറഞ്ഞ സംഭവം എന്താ, മീൻകട ആയിരുന്നു. മീൻകടയിൽ വന്നപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് അയിലുണ്ട്, ഇമ്പോർട്ടഡ് അല്ല, കേരള അയിലാണ്. കോര, മാന്തള്, മത്തി. മത്തിക്ക് ഏതാ മത്തി? നെയ്മത്തി എന്ന് പറഞ്ഞാൽ പക്ക നെയ്മത്തിയാ. ഈ നെയ്മത്തി എങ്ങനെ മനസ്സിലാക്കല അറിയാം, അത് ചോപ്പ് കളർ ഉണ്ടോ, അതാണ് നെയ്മത്തി. പിന്നെ കൂന്തലുണ്ട്, ചിന്നമീനുണ്ട്. അപ്പൊ ഈ അങ്ങാടിക്ക് വന്നാൽ ഒരിക്കലും നഷ്ടം വരുന്നില്ല. പിന്നെ നമ്മള് മീൻകടയോട് കൂടിയിട്ട് ഇവിടെ അവസാനിപ്പിക്കാനുള്ള പ്ലാനിങ് അല്ലേനോ, അവസാനിപ്പിക്കണ്ട. വെൽഡിങ് കട ഉണ്ട്, അതിന്റെ അപ്പുറത്താ. ഇപ്പുറം നേടി നോക്കുകയാണെങ്കിൽ പന്തൽ കട ഉണ്ട്. ഏതാ കടകള്? വാഹന സൗകര്യം, വണ്ടി മീൻ വാങ്ങാനായാലും പന്തൽ വാങ്ങാനൊക്കെ പക്കത്ത് ഒന്ന് വണ്ടി എത്തും. പിന്നെ നേരെ ഇതന്നെ ഒരു കാര്യം മനസ്സിലാ, ടയറ് വമ്പിച്ച് ഓഫറിൽ ഒരു ദിവസത്തിനല്ല, ഒരാഴ്ചക്കല്ല, ഒരു മാസത്തേക്കല്ല, ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഈ കടയിൽ ഓഫർ തന്നെ. ചെറിയ പൈസ കണ്ടോ ഇതൊക്കെ ആക്റ്റീവന്റ് അല്ലേ? അപ്പൊ ഡൗട്ട് വെച്ചിട്ട് ഇവിടെ പൾസറിന്റെ ടയറുണ്ടോ? ഉണ്ട്. ബൈക്ക് രണ്ടുതരം ഓട്ടോറിക്ഷ അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. എല്ലാ ഓട്ടോറിക്ഷ എല്ലാ ബൈക്കും കാരാസുമൺ ഉണ്ടാവില്ലല്ലോ. നമ്മൾ സ്കൂട്ടർ, കാറ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്. പോരാത്തിനുള്ള ഗോഡൗൺ അവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരാളെ പരിചയപ്പെടുത്താണ്ട് ഈ കടന്റെ ഹൈലൈറ്റ് ബർക്കത്താനാല് മൂപ്പര് ഇടയ്ക്ക് വീട്ടിൽ പോകും കഞ്ഞി കുടിക്കാനൊക്കെ. പക്ഷെ മൂപ്പര് ഇല്ലെങ്കിലും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്താ പറയുക, ഈ ഒരു ബായ് 10 ആളെ പണിയാണ്. ബായ് അപ്പോ കുച്ചിനെ കുച്ച് ബോലിനേക്കാ ഇന്ത്യക്കാരനാണ് നോക്കണ്ട, നിങ്ങളെ സ്വന്തം മോനെ പോലെ കെയർ ചെയ്യണ്ടില്ലേ? ഇതൊക്കെയാണ് എഴുതലങ്ങാടിയുടെ അവസ്ഥകൾ. ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് എസ്ആർ ബേക്കറിയാണ്. അവർക്ക് പോകാതൊക്കെ അല്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് സമയം എടുക്കും. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. സെറ്റ്.